അന്യരെ കുറ്റം പറയുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസാര സാഗര ബന്ധനത്തിന് ഇടവരുത്തുന്നതാണ്. അതായത് ഭർസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുക. ഒരാവശ്യമില്ലാതെ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അത് ചില അമ്മായിയമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ വീട്ടില്. ഒരാവശ്യമില്ലാതെ മരുമക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവര് നല്ലത് ചെയ്താലും കുറ്റപ്പെടുത്തും, ചീത്ത ചെയ്താലും കുറ്റപ്പെടുത്തും. ഇത് അവരുടെ തന്നെ ദോഷത്തിന് ഇടവരുമെന്നുള്ളതാണ് ക്ഷേമഗിരി ദേവി പറയണത്. അപ്പോൾ നമ്മൾ വെറുതെ ആണെങ്കിലും വേണ്ടയ്ക്കാണെങ്കിലും നല്ലതിനാണെങ്കിലും മറ്റൊരാളെ കുറ്റപ്പെടുത്തി തരം താഴ്ത്തി ഇകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം കാലക്രമേണ ഭവിക്കുക എന്നുള്ളതാണ് ക്ഷേമഗിരി ദേവി പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ ടാരോ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം വഴിയേ വരും. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പഠനം സൗജന്യമാണ്. പക്ഷെ ചില നിബന്ധനകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നിബന്ധന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. മലയാളത്തിലാണ് ടാരോ പഠിപ്പിക്കുന്നത്. 3 മാസത്തെ കോഴ്സാണ്. ടോട്ടൽ ക്ലാസ് 12 എണ്ണമാണ്. ഒരു മാസത്തിൽ 4 ക്ലാസ് വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ ക്ലാസ് 12 എണ്ണമാണ്. താല്പര്യമുള്ള ആൾക്കാരാണ്, താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ചില നിബന്ധനകളുണ്ട്. പഠനമാണ് സൗജന്യം, പക്ഷെ ചില നിബന്ധനകൾ ഉണ്ട് എന്നും കൂടി അറിയണം കേട്ടോ.